2021 മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ VXi ആണ്. 2019 മോഡൽ മാഗ്ന പ്ലസ് ആണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. 71,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 18 മോഡൽ കിഡ്, നമ്മൾ ലിമിറ്റഡ് എഡിഷൻ ആണിത്. 800 cc. അല്ല, ഇത് കമ്പനി ലിമിറ്റഡ് എഡിഷൻ്റെ. 2024 മോഡൽ കേട്ടൺ. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. 35,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നത്. നമ്മൾ സ്ഥിരം എല്ലാ മാസം വരുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഐ മീൻ 2016 ശേഷമുള്ള വണ്ടികൾക്കൊക്കെ 16-17 വണ്ടികൾക്കൊക്കെ തൊട്ടങ്ങോട്ട് 2 വർഷത്തെ വാറണ്ടി, അതിന് മുന്നോട്ടുള്ളതാണെങ്കിൽ 1 വർഷം വാറണ്ടി, അങ്ങനെ വാറണ്ടി അടക്കം കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം ക്വാളിറ്റി വണ്ടികളാണ് എപ്പോൾ വരുമ്പോഴും ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഈ അവസാന സമയത്ത് ഒരു മേളയൊക്കെ നടത്തിയ കാരണം വണ്ടികൾ വളരെ കുറവാണ്. ഒരു 7-8 വണ്ടികളെ എനിക്ക് ഇത്തവണ കാണിച്ചു തരാനുള്ളൂ. ബാക്കി വണ്ടികളിൽ ഭൂരിഭാഗം പോയി ബുക്കിംഗ് ആയി കിടക്കുന്ന വണ്ടികളും പിന്നെ 1-2 വണ്ടികൾ അല്ലാതെ കിടക്കുന്ന വണ്ടികളേ ഉള്ളൂ. അല്ലാതെ നോക്കി കഴിഞ്ഞാൽ ഒരു 7 വണ്ടികളെ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ കാണത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് സെയിലായിട്ട് പോയി, അതുകൊണ്ടാണ്. അപ്പം നല്ല വണ്ടികൾ ആൾക്കാർ തീർച്ചയായിട്ടും എടുക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ വണ്ടികൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ മേളയുടെ ഭാഗമായിട്ട് തന്നെ ഇട്ടേക്കുന്ന ഓഫർ അവർ ഈ മാസം മുഴുക്കനായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഫുൾ ടാങ്ക്, ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് എണ്ണ, ഐ മീൻ പെട്രോളോ ഡീസൽ എന്നുള്ള രീതിയിൽ ഉള്ള ആ ഓഫർ അവർ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്തേക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അത്തരത്തിൽ വണ്ടി എടുക്കാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരുപാട് ഓടിപ്പഴകാത്ത വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. കാരണം വിശ്വസിച്ച് നിങ്ങൾക്ക് വന്ന് എടുക്കാം. അതുകൊണ്ട് അത്തരത്തിലുള്ള വണ്ടികളൊക്കെ നോക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ഒരു 6-7 വണ്ടി ഉണ്ടല്ലോ എന്നെനിക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഉള്ള വണ്ടികളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് വരാം. 2020 മോഡൽ കിഡ്, 47,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണറാണ് വണ്ടിക്ക്. 1000 cc വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല. കമ്പനി സർവീസിൽ ഓടിയ വണ്ടിയാണ്. നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10-35,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി ഇറക്കാം. 2 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. എഞ്ചിനും ഗിയർ ബോക്സിനും എല്ലാം 2 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. സീക്കറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് കിടപ്പുണ്ട്. വേറെ വലിയ അപാകതകളൊന്നും കാണില്ല. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ചോദ്യം എത്ര ചോദിക്കുന്നത്? 3,48,000 സെല്ലിംഗ് പ്രൈസ് ചോദിക്കുന്നത്. 2 ഇയർ വാറണ്ടിയിൽ നമുക്കതൊരു നെഗോഷ്യബിൾ ആണ് പ്രൈസ്. 2022 മോഡൽ എക്സ്പ്രസ്സോ, 30,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പിൽ ഉള്ള വാഹനമാണ്. ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ്, ഫസ്റ്റ് ടയറാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വണ്ടിക്കില്ല. 2 ഇയർ വാറണ്ടി വണ്ടിക്കുണ്ട്. എഞ്ചിനും ഗിയർ ബോക്സിന് AC കംപ്രസർ 1 ഇയർ വാറണ്ടി ഉണ്ട്. സ്റ്റിയറിംഗ് മൊഡ്യൂളിനൊക്കെ വാറണ്ടി വരുന്നതാണ്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ടയേഴ്സ് ഫസ്റ്റ് ടയറാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. സാറേ, വണ്ടി വന്നതേ ഉള്ളൂ, നമുക്ക് പ്രൈസ് ഇട്ടിട്ടില്ല. അത്യാവശ്യം ഒരു നല്ല പ്രൊഫൈലാണെങ്കിൽ 10-40 കൊടുത്താലും വണ്ടി ഇറക്കാം. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റുന്നതാണ്. 2021 മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ VXi ആണ്. 38,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. ഏത് വർഷമായിരുന്നു? 2021. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. 38,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അതന്നെ, അത് ജെന്യൂൻ കിലോമീറ്റർ? അതെ, ജെന്യൂൻ കിലോമീറ്റർ ആണ്. നമുക്ക് സർട്ടിഫിക്കേഷൻ ഉള്ള വണ്ടിയാണ്. മഹേന്ദ്രയുടെ തന്നെ ഡയറക്റ്റ് ചെക്ക് ചെയ്തതിൻ്റെ സർട്ടിഫിക്കേഷൻ ഉള്ള വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റ് ഇല്ല, ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ വേറെ ഒന്നുമില്ല. ടയേഴ്സ് കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇതിലൊരു നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഒരു 10-50,000 കൊടുത്താൽ വണ്ടി ഇറക്കാം. ഇട്ടേക്കുന്ന റേറ്റ് എത്രയാണ്? ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുമ്പോൾ ഒരു 6,60,000 വരും. 6,60,000. ഈ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതെ, ഉണ്ടാവും. നെഗോഷ്യബിൾ ആണ്. വാറണ്ടിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ചെടുക്കാം. 2 വർഷം വാറണ്ടി തന്നെ. 2012 മോഡൽ ഇയോണ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. 86,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്.
വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല. ബേസ് വേരിയൻ്റ് ആണല്ലേ? ബേസ് വേരിയൻ്റ് ആണ്. വണ്ടി കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റീരിയോ എടുത്തേക്കുവാണോ? സ്റ്റീരിയോ പഴയ സ്റ്റീരിയോ ആണത്. അല്ല, അത് എടുത്തേക്കുവാണോ? അത് എടുത്തേക്ക് വെച്ച് കൊടുക്കുമോ? പുതിയ വെച്ച് കൊടുക്കും. ബാക്ക് ടയർ അത്യാവശ്യം നല്ല ടയർ ഇടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ആക്സിഡൻ്റ് ഒന്നുമില്ല. നമ്മുടെ ഈ സെല്ലിംഗ് പ്രൈസ് ചോദിക്കുന്നത് 1,68 നമുക്കൊരു 1,50 കൊടുക്കാം. 2019 മോഡൽ മാഗ്ന പ്ലസ് ആണ് വണ്ടി. i20. സെക്കൻഡ് ഓണർഷിപ്പ്. 71,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോളോ ഡീസൽ? പെട്രോൾ. ഒരു 13-14 മൈലേജ് അല്ലേ? വണ്ടിക്കകത്തൊക്കെ കൊള്ളാം. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഒരു 2 ഇയർ വാറണ്ടി വണ്ടിക്കുണ്ട്. ടയേഴ്സ് അത്യാവശ്യം ആവറേജ് എന്നൊക്കെ പറയാവുന്ന ഒരു കണ്ടീഷൻ. വേറെ പറയത്തക്ക അപാകതകളൊന്നും കണ്ടിട്ടില്ല. എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 5,75 ചോദിക്കുന്നത്. 5,75,000. നമുക്കൊരു 5,60 അല്ല 55 റേഞ്ചിൽ കൊടുക്കാം. 55,000 രൂപ നമുക്ക് ഇറക്കാൻ പറ്റും. വണ്ടി സുഖമായിട്ട് ഇറക്കാം. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ 55,000 അല്ലെങ്കിൽ 40,000 രൂപയ്ക്ക് ഉണ്ടെങ്കിലും സുഖമായിട്ട് ഇറക്കാം. 18 മോഡൽ കിഡ്. നമ്മൾ ലിമിറ്റഡ് എഡിഷനാണിത്. 800 cc. അഡീഷണൽ സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ടല്ലേ? അല്ല, ഇത് കമ്പനി അതിന് അഡീഷണൽ ആയിട്ട് ലിമിറ്റഡ് എഡിഷൻ്റെ. ഓക്കെ. റെഡ് വൈറ്റ്. എന്താ ഓടിയിട്ടുണ്ട്? 65,000 കിലോമീറ്റർ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെൻറ്റ്സ് ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. 1 ഇയർ വാറണ്ടി ഇട്ടുള്ള വണ്ടിയാണ്. നമുക്ക് വാറണ്ടി തന്നെ വണ്ടി ഒരു 2,65,000 സെല്ലിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത്. വാറണ്ടി തന്നെ 2,50,000 സെയിൽ ചെയ്യാം. 250 സെയിൽ ചെയ്യാം. അത്യാവശ്യം നല്ല പ്രൊഫൈലൊക്കെ ഉള്ളൊരു ആളാണെങ്കിൽ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടിയൊക്കെ കയറാം. 2024 മോഡൽ കേട്ടൺ. ഓണർഷിപ്പ്? ഫസ്റ്റ് ഓണർഷിപ്പ്. 35,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. LXI. ടയർ ഫസ്റ്റ് ടയർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇതിൽ നമുക്ക് 2 ഇയർ വാറണ്ടി. സ്റ്റീരിയോ വെച്ച് കൊടുക്കുമോ? സ്റ്റീരിയോ ഒക്കെ വെച്ച് കൊടുക്കാം. അതിനെന്താ? വേറെ റീപ്ലേസ് ഒന്നുമില്ല? ഇല്ല, ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എത്ര ചോദ്യം? നമുക്കൊരു വണ്ടി വന്നതേ ഉള്ളൂ. നമുക്കൊരു 40,000-50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. വില ഇട്ടിട്ടില്ല? വണ്ടി വന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് വീഡിയോ തീർന്നു പോയി. എനിക്കും അറിയാം. കാണാതിരുന്നവർക്ക്, ഒരുപാട് വണ്ടികൾ കാണാൻ ആഗ്രഹിച്ചവർക്കൊന്നും പറ്റിയതായിരിക്കില്ല. കാരണം 7 വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മേളായതുകൊണ്ട് ഒരുപാട് വണ്ടികൾ പോയി. പിന്നെ വേറെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കച്ചവടം ഉണ്ടായിരുന്നു. നമ്മൾ വരാൻ വൈകി. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വണ്ടികളും വളരെ കുറവായിരുന്നു കാണിച്ചു തരാൻ. അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് കറക്റ്റായിട്ട് വരാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ചാണോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ.